1997 മാർച്ച് 13. സമയം രാത്രി 7:30. ഫീനിക്സ് നഗരത്തിലെ ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ എന്താണെന്ന് പോലും വിവരിക്കാൻ കഴിയാത്ത കുറേയധികം പ്രകാശങ്ങൾ ആകാശത്ത് കാണുന്നു. വെൽക്കം ബാക്ക് മിസ്റ്റർ 1997 മാർച്ച് 13. അമേരിക്കയിലെ അരിസോണയിലുള്ള ഒരു ചെറിയ ഗ്രാമം ഫീനിക്സ്. തൻ്റെ വീടിനുള്ളിൽ പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാതെ യാത്രയിലേക്കുള്ള ആഹാരം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന അമ്മ തൻ്റെ മകൻ്റെ ഉച്ചത്തിലുള്ള വിളികെട്ട് പുറത്തേക്ക് ഓടി ചെല്ലുമ്പോൾ കാണുന്നത് നഗരത്തിലുള്ള എല്ലാവരും ഒരേപോലെ ആകാശത്തിലേക്ക് നോക്കുന്നു. അന്ന് അവിടെ കണ്ടത് എന്താണെന്ന് ആകാശത്തിലൂടെ നിരനിരയായി പോകുന്നു. ആ പ്രകാശങ്ങളെല്ലാം കൂടിച്ചേർന്ന് ഒരു മാസികമായ വീശിയൊക്കെയായി മാറുന്നു. അതിൻ്റെ വലിപ്പം ഒരു സിറ്റിയുടെ പകുതി ഭാഗം വരെ മറയ്ക്കാൻ കഴിയുന്നത്രയും വലുതായിരുന്നു. എന്നാൽ ഏറ്റവും ഭയപ്പെട്ടത് മറ്റൊന്നായിരുന്നു. ഒരു സിറ്റിയെ തന്നെ മറയ്ക്കാൻ മാത്രം വലുപ്പമുള്ള അവസ്ഥയിൽ ഒരു തരി പോലും സൗണ്ടില്ലായിരുന്നു. ആകാശത്തെന്തോ ഒരു വലിയ വസ്തു ഒഴുകി നടക്കുന്നത് മാത്രമാണ് കണ്ടത്. പോലീസുകാർ മുതൽ സാധാരണ നാട്ടുകാർ വരെ ഈ ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. പിന്നീട് ഗവൺമെൻറ് ഇതിനൊരു എക്സ്പ്ലനേഷൻ തന്നു. അത് വെറും മിലിറ്ററി ഡ്രോൺസ് ആണ്. പക്ഷേ ഇന്നും ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഡ്രോൺസ് ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് അതിന് സൗണ്ടില്ല? എന്തിനാണത് വി ഷേപ്പിൽ മൂവ് ചെയ്യുന്നത്? അത് കണ്ടവർ ഉറപ്പിച്ച് പറയുന്നു അത് മനുഷ്യരുടെ ടെക്നോളജി അല്ല എന്ന്. ശരിക്കും എന്തായിരുന്നത്?